إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതമെന്ന് പറയുന്നത് അവനുള്ള പരീക്ഷണമാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, അവരിൽ നിന്ന് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി ചെയ്യുന്നവർ ആര് എന്നുള്ളത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പ്രതാപവാനും അങ്ങേയറ്റം പൊറുക്കുന്നവനുമാണ്. ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ കാര്യം അൽ മൗതു ലൈസ ആഖിറുൽ ഹയാ. ഒരു മനുഷ്യന്റെ മരണമെന്ന് പറയുന്നത് അതവന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, അന്ത്യമല്ല, മറിച്ച് അവന്റെ ശാശ്വതമായ മറ്റൊരു ജീവിതത്തിന്റെ ആരംഭമാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അൽ മൗതു ഹഖ്ഖുൻ വഹഖീഖത്തുൻ ലാ മഹാല. മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല അല്ലാഹു അസ്സ വജൽ ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഏതെങ്കിലും ഒരാൾ അയാളിലെ നന്മ കാരണത്താൽ മരണമില്ലാതെ ജീവിക്കുമായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളും മരണപ്പെടും, അവരും മരണപ്പെടുന്നതാണ്. ഖാല അല്ലാഹു അസ്സ വജൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. വഖാല സുബ്ഹാനഹു ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിൽ എവിടെയായിരുന്നാലും, ഇനി ഭൂമിയിൽ തന്നെയാകണമെന്നില്ല, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങളെ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. وَيَقُولُ سُبْحَانَ أَيْنَمَا تَكُونُوا يُدْرِككُمُ الْمَوْتُ وَلَوْ كُنْتُمْ فِي بُرُوجٍ مُشَيَّدَةٍ. കെട്ടിപ്പടുക്കപ്പെട്ട അങ്ങേയറ്റം കഠിനമായ കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ സമയമെത്തുമ്പോൾ നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല യഖൂലുല്ലാഹു അസ്സ വജൽ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യൻ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? എത്രമാത്രം മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു നിമിഷത്തിലാണെങ്കിൽ പോലും അയാളുടെ ജീവനൊന്ന് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്ന് പരമാവധി പരിശ്രമിക്കുന്നവരാണ് മനുഷ്യർ, അല്ലേ? അവസാന നിമിഷത്തിൽ പോലും ഒരു മനുഷ്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യ, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഫഇന്നഹു മുലാഖീകും, ആ ഓട്ടത്തിനിടയിൽ മരണം മുന്നിൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة, പിന്നീട് പരസ്യമായതും രഹസ്യമായതും അറിയുന്നവനായ റബ്ബിങ്കിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ് ചെയ്യുന്നത്. മരണത്തിലൂടെ എല്ലാം അവസാനിക്കുകയല്ല. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിങ്കിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ് ചെയ്യുന്നത്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അവിടെ വെച്ച് റബ്ബ് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മരണത്തെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഈ ഖുതുബയിലും തുടർന്നുള്ള ഖുതുബയിലും മനസ്സിലാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അന്ത്യദിനത്തോടടുക്കുമ്പോൾ മൗതുൽ ഫജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്നും മിൻ അമാറാത്തിസ് സാഅ, അത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണെന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن أنس بن مالك رضي الله عنه قال عن النبي صلى الله عليه وسلم أنه قال إن من اقتراب الساعة وفي رواية إن من أمارات الساعة أن يظهر موت الفجأة. അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അന്ത്യദിനം അടുക്കും തോറും മൗതുൽ ഫജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ അത് വർദ്ധിക്കുമെന്നാണ്. ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത, നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും അതുപോലെ തന്നെ സംസാരിച്ചുമൊക്കെ കഴിച്ചുകൂട്ടിയ ആളുകൾ പെട്ടെന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന പെട്ടെന്നുള്ള മരണങ്ങൾ മൗതുൽ ഫജ്അ, അന്ത്യദിനത്തോടുള്ള അടുത്തു വരുന്ന കാലത്ത് വർദ്ധിച്ചു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു ത്വബറാനി വഹസ്സനഹു അൽബാനി റഹിമഹുല്ലാഹ്. മാത്രമല്ല മരണം എന്ന് പറയുന്നത്, ആ മരണത്തിനൊരു സക്കറാത്തുണ്ട്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد. സക്റത്തുൽ മൗത്ത് യാഥാർത്ഥ്യ ബോധ്യവുമായി, അന്നുവരേക്കും മനുഷ്യനില്ലാത്ത കാഴ്ചയും കാഴ്ചപ്പാടും, സത്യമെന്ത് അസത്യമെന്ത് എന്ന ബോധ്യവും അവന് നൽകുന്ന വിധത്തിൽ സക്കറാത്തുൽ മൗത്ത് നിനക്ക് കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ലിൽ മൗതി സക്കറാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വേളയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധ്യനക്കർഹനായി മറ്റാരും തന്നെയില്ല. അല്ലയോ വിശ്വാസികളെ, മരണത്തിനൊരു സക്കറാത്തുണ്ട്. അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുവിൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. യഖൂലുല്ലാഹു അസ്സ വജൽ യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലയോ വിശ്വാസികളെ, ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യരെ അഭിസംബോധനം ചെയ്ത്
മുഴുവൻ മനുഷ്യരാശിയോടും അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹു നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സമയവും ദിവസവും വന്നെത്തുക തന്നെ ചെയ്യും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതം നിങ്ങളെ അല്ലാഹുവെ കുറിച്ചുള്ള മരണത്തെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് മറപ്പിച്ചു കളയരുത്. മറന്നു പോകുമ്പോഴാണ് മനുഷ്യന് പല പിഴവുകളും സംഭവിക്കുന്നത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവെ കുറിച്ചുള്ള ഭക്തിയിൽ നിന്നും ഭയത്തിൽ നിന്നും ഒരിക്കലും തന്നെ പിശാച് നിങ്ങളെ വഴിതെറ്റിച്ചു കളയാതിരിക്കട്ടെ എന്ന് സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. الله نسوكشിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്നാൽ നിങ്ങൾക്ക് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അന്ത്യദിനത്തിലാണ് ജീവിതത്തിൽ മനുഷ്യൻ അനുഷ്ഠിച്ച പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അവൻ കൈപ്പറ്റുക. അന്നേ ദിവസം ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകാഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവൻ ആരോ ഫഖദ് ഫാസ്, അവൻ മാത്രമാകുന്നു വിജയിക്കുന്നവൻ. വമൽ ഹയാത്തുദ് ദുനിയ, എന്നാൽ ദുനിയാവിന് വേണ്ടി ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അല്ലയോ സത്യവിശ്വാസികളെ, നാം മനസ്സിലാക്കണം, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അത് നിങ്ങളെ ശാശ്വതമായ ജീവിതത്തിൽ നിന്ന് വഞ്ചിപ്പിച്ചു കളയുന്ന നൈമിഷികമായ ഒരു കാര്യം മാത്രമാകുന്നു. വഞ്ചിതരായി പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സുഖലോലുപതകളുടെ ചിന്തകളെ എല്ലാം തുടച്ചു നീക്കുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കഫാ ബിൽ മൗതി വാഇദൻ, ഒരാൾക്ക് ഉപദേശകനായി ആരും ആവശ്യമില്ല, മരണത്തെക്കുറിച്ചുള്ള ചിന്ത അയാൾക്കുണ്ടെങ്കിൽ എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. آمين 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 برحمتك يا أرحم الراحمين. واقم الصلاة.